ഗുഡ് മോർണിംഗ്. ഇന്ന് ഞായറാഴ്ചയാണ്. അപ്പോൾ പതിവ് പോലെ തന്നെ രാവിലെ ഞാൻ എണീറ്റപ്പം കോഫിയൊക്കെ ആയിട്ട് നേരെ ടെറസിലേക്ക് പോയി. അപ്പോൾ രാവിലെ എണീക്കുമ്പം എനിക്കിതിൽ ടെറസിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ വെളിയിലത്തെ കാഴ്ചയൊക്കെ കണ്ട് നടക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ നേരെ താഴേക്ക് പോയി. താഴെ ചെന്നിട്ട് അമ്മ ഉണ്ടാക്കിയ ഇഡ്ഡലിയും സാമ്പാറും ഒക്കെ കഴിച്ച് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നേരെ കിച്ചണിലേക്ക് പോയി. കിച്ചണിൽ ബീഫ് വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ നാട്ടിൽ വരുന്ന സമയത്ത് മാത്രമേ ബീഫൊക്കെ അങ്ങനെ വാങ്ങിക്കത്തുള്ളൂ, കാരണം അമ്മ ബീഫ് കഴിക്കില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നാട്ടിൽ വരുന്ന സമയത്ത് ഇങ്ങനെ ബീഫ് വാങ്ങിക്കുമ്പം കറി വെച്ചിട്ട് കുറച്ചവിടെ വെച്ചിട്ട് ബാക്കി ഞങ്ങൾ എറണാകുളത്തേക്ക് കൊണ്ടുപോവുക ചെയ്യുന്നത്. അപ്പോൾ ഞാനങ്ങനെ ബീഫിനുള്ള മാരിനേഷനൊക്കെ ചെയ്യുകയാണ്. ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ ബീഫ് മസാലയൊക്കെ ഇട്ട് മാരിനേറ്റ് ചെയ്തിട്ട് കുക്കറിൽ വിസിലടിക്കും. എന്നിട്ട് ബാക്കി കാര്യങ്ങൾ ചീനച്ചട്ടിയിലല്ല, ചീനച്ചട്ടിയിൽ ബാക്കി കറി വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. സാധാരണ ഞാൻ കറി വെക്കുമ്പം കുക്കറിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇപ്രാവശ്യം കുറച്ചധികം ബീഫ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടെ കുക്കറിൽ കൊള്ളത്തില്ല. അപ്പോൾ അതുകൊണ്ട് ബീഫ് കുക്കറിൽ വിസിലടിച്ചിട്ട് ബാക്കി ചീനച്ചട്ടിയിൽ കറി വെക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ടി വിയുടെ ശബ്ദം കേൾക്കാവേ. ഹോളിൽ ടി വി ഓണാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൊരു സിനിമയൊക്കെ പ്ലേ ചെയ്തിട്ട് ഞാൻ പതുക്കെ സിനിമയൊക്കെ കണ്ട് എൻജോയ് ചെയ്തിട്ടാണ് കുക്ക് ചെയ്യുന്നത്. അതിനിടയ്ക്ക് ഹസ്ബൻഡൊക്കെ വെളിയിൽ പോയിട്ട് തിരിച്ച് വന്നപ്പം എന്തോ ഒരു പലഹാരം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിരുന്ന് കഴിച്ചു. അപ്പോൾ അതിനിടയ്ക്ക് തന്നെ ഞാൻ ബാക്കി കറിക്ക് വേണ്ടിയിട്ടുള്ള സവോളയും തക്കാളിയൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പം കുക്കർ വിസിലടിച്ച് മാറ്റി വെച്ചപ്പോൾ തന്നെ ബാക്കി കറിക്കുള്ള പരിപാടി തുടങ്ങി. വെളുത്തുള്ളി ഇഞ്ചി കൊച്ചുള്ളിയൊക്കെ ഇട്ട് വഴറ്റി ബാക്കി കറി വെക്കാനായിട്ടുള്ള പരിപാടി തുടങ്ങി. അങ്ങനെ സവോളയും തക്കാളിയും ഒക്കെ നന്നായിട്ടൊന്ന് വഴഞ്ഞ് വന്നപ്പോൾ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇത്രയിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത് അപ്പോൾ അതിന് ശേഷമാണ് വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ബീഫ് ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ച് അത് വറ്റിച്ചെടുക്കും. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും ചേർക്കും അതിനിടയ്ക്ക്. അങ്ങനെ ബീഫൊക്കെ ആയിക്കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ടേസ്റ്റ് ചെയ്യാനായിട്ടൊരു പ്ലേറ്റിലെടുത്തിട്ട് റൂമിലേക്ക് പോവാണേ. അപ്പോൾ അങ്ങനെ ഉച്ചയായപ്പോഴത്തേക്ക് ഞങ്ങൾ ബീഫും സ്വീറ്റ് പൊട്ടറ്റോ പുഴുങ്ങിയതും ഒക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ബാക്കി ബീഫ് കുറച്ച് വീട്ടിൽ വെച്ചു. ബാക്കി ഞങ്ങൾ പാക്ക് ചെയ്ത് നേരെ മാടപ്പള്ളിയിലേക്ക് പോയി. അപ്പം നാളെ റിപ്പബ്ലിക് ഡേ ആയതുകൊണ്ട് ഇന്ന് അവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെയാണ് തിരിച്ച് എറണാകുളത്തേക്ക് പോകുന്നത്. അപ്പം ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് അമ്മ ഏത്തക്കാപ്പവും ചിപ്സും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ചക്കയൊക്കെ ആയ സമയമായതുകൊണ്ട് അമ്മ ചക്ക കൊണ്ട് ചിപ്സൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് എറണാകുളത്തേക്ക് കൊണ്ടുപോകാനും കുറച്ച് പാക്ക് ചെയ്ത് വെച്ചു. പിന്നെ നാട്ടിൽ ചെന്ന കുഞ്ഞ് അമ്മയൊക്കെ ആയിട്ട് ഇങ്ങനെ വെളിയിൽ കൂടെ നടക്കാനും ഇങ്ങനെ കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം എറണാകുളത്തുള്ളപ്പോൾ ഈ ഫ്ലാറ്റിൽ തന്നെയുള്ള ഇരിപ്പല്ലേ. അപ്പം നാട്ടിൽ ചെന്നാലാണ് അവർക്ക് ഇങ്ങനെ മുറ്റത്തൂടെ ഇറങ്ങി നടക്കാനും കളിക്കാനും ഒക്കെ പറ്റുന്നത്. അപ്പം അമ്മ വൈകിട്ട് ചെടിക്ക് വെള്ളം ഒഴിക്കാൻ ഇറങ്ങിയപ്പം ഞാൻ വെള്ളം ഒഴിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അമ്മയുടെ കൂടെ കൂടി പിന്നെ അതിലേതിലെയൊക്കെ കറങ്ങി നടന്നു. അപ്പം ഞാനും ഇങ്ങനെ വെളിയിൽ വന്നിട്ട് വൈകുന്നേരമൊക്കെ എൻജോയ് ചെയ്തിട്ട് ഇങ്ങനെ വെളിയിലിരിക്കുക. അപ്പോൾ ഇന്നത്തെ ദിവസം അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സി യു.